Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവളാണെങ്കിൽ ആ നേവി വില്ലത്തിയെ തല്ലി തോപ്പിച്ച് അവിടുന്ന് കടന്നു പോയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ജ്വല്ലറി പെണ്ണ് അവളും ഇപ്പോൾ ഒരു പൈററ്റായി മാറി. അവൾക്കാണെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ടീമുണ്ട്. ഒരുപാട് ഐലാൻഡുകളിൽ അലഞ്ഞു തിരിഞ്ഞ് ഇപ്പോൾ അവളുടെ പപ്പ കോമ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഐലാൻഡിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. അവളുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ അവളോട് പറയും, ഇവിടെ നേവിക്കാരുണ്ട്, ഇപ്പോൾ അവിടേക്ക് പോകുന്നത് ഒട്ടും സേഫ് അല്ല. പക്ഷെ ജ്വല്ലറി പെണ്ണാണെങ്കിൽ തീർത്തു പറയും, എൻ്റെ ലക്ഷ്യം എൻ്റെ പപ്പയെ കണ്ടെത്തുക എന്നതാണ്. നേവിക്കാരല്ല, ഇനി ആരൊക്കെ പ്രതിബന്ധമായിട്ട് വന്നാലും ഞാൻ എൻ്റെ പപ്പയെ കണ്ടിരിക്കും. ഇതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ കടലിനോട് മല്ലിട്ട് ഒരു പൈറട്ടായി മാറിയെന്ന് പറഞ്ഞ് അവർ ഐലാൻഡിലേക്ക് വരികയാണ്. ആക്ച്വലി നേവിക്കാർക്ക് നന്നായിട്ട് അറിയാം ജ്വല്ലറി ബോണിയും ടീമും അവിടേക്ക് എത്തുമെന്ന്. അവരെ കാണുമ്പോൾ തന്നെ ഇപ്പൊ നേവിക്കാർ ടെൻഷനാവും. സാധാരണഗതിയിൽ പൈററ്റ്സ് അവർ ഏജ്ഡ് ആയിട്ടുള്ളവരെയും വീക്ക് ആയിട്ടുള്ളവരെ ആയിരിക്കും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നേവിക്കാരാണെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യും. അതിനോടൊപ്പം ഇപ്പൊ ജ്വല്ലറി പെണ്ണിനെയും അവളുടെ അസിസ്റ്റൻസിനെയും അറ്റാക്ക് ചെയ്യും. ഇവിടെ ജ്വല്ലറി പെണ്ണ് അവൾ ഐലാൻഡിലുള്ള ഓരോരുത്തരോടും അവളുടെ പപ്പയെ കുറിച്ച് ചോദിക്കുകയാണ്. ഉടനെ അവരിൽ പലരും മറുപടി പറയും, നീ പറഞ്ഞ സൈസിലുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിരുന്നു, അദ്ദേഹം ഇതുവഴിയാണ് കടന്നു പോയത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ദൂരത്തായിട്ട് കോമ അവനാണെങ്കിൽ അവന്റെ മകൾ ജ്വല്ലറി പെണ്ണ് അവൾ അവിടേക്ക് വന്നത് അറിഞ്ഞു കഴിഞ്ഞു. അവളെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേവിക്കാർ അവളെ വെറുതെ വിടില്ല. സോ ഒരു കാരണവശാലും അവളെ മേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കോമ ആള് വേദന മനസ്സിലൊതുക്കി അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ ജ്വല്ലറി പെണ്ണ് അവൾ ഐലാൻഡ് മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിച്ചിട്ടും അവളുടെ പപ്പയെ കാണാൻ കഴിയില്ല. ആ വിഷമത്തില് അവളാണെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത അവളുടെ അസിസ്റ്റൻസിനെ അറഞ്ച പൊറഞ്ച അടിക്കും. അവൾക്കാണെങ്കിൽ അപ്പായിരിക്കും ഒരു ബുദ്ധി വിളിച്ചുണ്ടാവുക. അവളുടെ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം ആ നിക്കയാണ്. സോ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ആ നിക്കയെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ഹാപ്പി ആവും. കട്ട് ചെയ്താ ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ അർലാങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആളെ തല്ലി തോൽപ്പിച്ചിരിക്കുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ ലൂഫിയെ കുറിച്ചുള്ള ആ ന്യൂസ് അറിഞ്ഞ് അവനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ ആ ഐലാൻഡില് ഇപ്പൊ സ്മോക്കർ അവൻ അവിടേക്ക് എത്തി ലൂഫിയെ കണ്ടുപിടിക്കാനുള്ള അവന്റെ ശ്രമങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് കോമ അവനാണെങ്കിൽ ബോണിയുടെയും ലൂഫിയെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ വായിച്ച് ഹാപ്പി ആവുകയാണ്. രണ്ടുപേരും പൈററ്റ്സ് ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോ കട്ട് ചെയ്താ ഇവിടെ ബോണി അവളാണെങ്കിൽ വിളിച്ചു പറയും, നമ്മൾ ആരോടും കാരുണ്യം അങ്ങനെ ഒന്നും തന്നെ കാണിക്കാം പാടില്ല, നമ്മളെല്ലാവരും പൈററ്റ്സ് ആണെന്ന് പറഞ്ഞ് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അവൾ അങ്ങനെ ചെയർ ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ഇപ്പൊ കോമയുടെ രൂപത്തിലുള്ള ആ ക്ലൗൺസുകളെല്ലാം ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറിച്ച് കോമയോട് സംസാരിക്കും. ന്യൂ പൈററ്റ് എറയിലുള്ള ആ ലൂഫി പയ്യൻ അവൻ നേവിയെ പോലും വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതിന് കോമ പറയും, ലൂഫി മറ്റാരുമല്ല, നേവിയെ വെല്ലുവിളിച്ചിരുന്ന ഡ്രാഗന്റെ മകനാണ്. അവരറിഞ്ഞോ അറിയാതെയോ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തെയാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അത് കേട്ട് ഡോക്ടർ ആൾ ഡബിൾ ഷോക്കാവും. ആ കാര്യം തുറന്നു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം അവന്റെ മെമ്മറീസ് അതെടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം തീർച്ചയായിട്ടും ഡോക്ടർ അറിയും. സോ അതിനു മുൻപ് ഈ രഹസ്യം ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് കരുതിയാണ് ആ കാര്യം ഡോക്ടറിനോട് പറയാ. മാത്രമല്ല കോമ ഗോഡായിട്ട് കാണുന്ന നിക്ക അദ്ദേഹത്തെയാണ് ലൂഫിയെ കാണുമ്പോൾ കോമയ്ക്ക് ഓർമ്മ വരുന്നതെന്നും കൂടെ കൂട്ടിച്ചേർക്കും. അതിനുശേഷമാണ് കോമയ്ക്ക് ലൂഫിയെ കൊല്ലാനുള്ള ആ മിഷൻ അത് ഗവൺമെന്റ് ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷേ കോമ ഒരിക്കലും അവനെ കൊല്ലാനായിട്ട് തയ്യാറായിരുന്നില്ല. മറിച്ച് അവന്റെ ടീംമേറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരുടെ സ്ട്രെങ്ത് അത് ചെക്ക് ചെയ്യും. ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന അസിസ്റ്റൻസ് ആണോ ലൂഫിയുടെ ടീംമേറ്റ്സ് എന്നറിയാൻ അവൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഫൈറ്റിന്റെ ഒടുവിൽ സോറോടെ ധീരമായിട്ടുള്ള ആ ഒരു തീരുമാനം അതിനു മുൻപിൽ കോമ അവൻ ഇംപ്രസ്ഡ് ആവുകയാണ്. സോറ അവസാനമായിട്ട് അവനോട് പറഞ്ഞത്, ലൂഫിക്ക് പകരം നിനക്ക് എൻ്റെ തല വെട്ടിയെടുക്കാം, ഞങ്ങളുടെ ജീവൻ പോയാലും അവനെ വിട്ടു തരില്ല എന്നാണ്. അതിൽ കോമയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. സോ നേവിയെ ബോധിപ്പിക്കാനായിട്ട് അവന്റെ ആ പെയിൻ അത് മുഴുവനായിട്ടും സോറോയ്ക്ക് കൊടുക്കും. സോറോ ആ ഒരു പെയിനിൽ മുഴുവനായിട്ട് തകർന്നു പോവും. പക്ഷെ അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പെയിനിൽ നിന്നെല്ലാം തന്നെ സർവൈവ് ചെയ്ത് ബാക്ക് ടു നോർമലായി വരും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അതിനുശേഷമാണ് എയ്സ് നേവിയുടെ കയ്യിൽ അകപ്പെടുന്നത്. ആ 7 വാർലോഡ്സ് അവന്റെ എക്സിക്യൂഷനായിട്ട് അവിടേക്ക് വരും. സബോർഡിനേറ്റ് ആർക്കി പലകത്തിലാണെങ്കിൽ ജ്വല്ലറി ബോണിയും അവളുടെ അസിസ്റ്റൻസും അവരെല്ലാവരും ഹായ് ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് കോമ അദ്ദേഹത്തിന്റെ മകളെ ഒരു നോക്ക് കാണും. ഇത്തവണ അവസാനമായിട്ടാണ് കോമ അദ്ദേഹത്തിന്റെ മകളെ കാണുന്നത്. കാരണം ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മെമ്മറി അത് മുഴുവനായിട്ട് നഷ്ടപ്പെടാൻ പോവാണ്. അവളെ കണ്ട സന്തോഷത്തിൽ ആളങ്ങനെ ടേൺ ചെയ്ത് കടന്നു വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് സെലസ്റ്റിയൽ ഡ്രാഗൺസിന് വേണ്ടി ഹ്യൂമൻസിനെ വിൽക്കുന്ന ആ ഒരു വലിയ ഫെസ്റ്റിവൽ കാണുക. കൂമയ്ക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. കാരണം ചെറുപ്പത്തിൽ ഇതുപോലെയാണ് സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ അടിമകളായി മാറി അവന്റെ പപ്പയും മമ്മയും അവനും ഒരുപാട് കഷ്ടപ്പെട്ടത്. സോ എങ്ങനെയെങ്കിലും ആ ജനങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴോട്ടേക്ക് നോക്കും. അവനെ ഞെട്ടിച്ചുകൊണ്ട് ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ ആരോ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാരാണ് ചെയ്തത്? സാധാരണ പൈററ്റിനെ കൊണ്ട് ഇതൊരിക്കലും
ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് നമ്മുടെ ലൂഫിയെ കാണുക. കോമയ്ക്കാണെങ്കിൽ ലൂഫിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നുകയാണ്. കാരണം അവൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ നശിപ്പിച്ച് കളയാൻ, അവർ ചെയ്യുന്ന ബാഡായിട്ടുള്ള കാര്യങ്ങൾ അത് ചോദ്യം ചെയ്യാൻ. പക്ഷെ ഇപ്പോഴാണ് ഒരു ആൺകുട്ടി അതിനായിട്ട് മുൻപോട്ടേക്ക് വന്നിരിക്കുന്നത്. ലൂഫി സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ അറ്റാക്ക് ചെയ്ത് അറിഞ്ഞ നേവി ആണെങ്കിൽ ആ കൂമയുടെ ക്ലോൺസിനെ അവിടേക്ക് അയക്കും. ലൂഫിയൻ ടീമിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് കൂമയാണെങ്കിൽ അവരെ എല്ലാവരെയും അടിച്ച് ഓരോരോ ഐലാൻഡിലേക്ക് തെറിപ്പിച്ച് വിടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇന്നാണ് കൂമയുടെ മെമ്മറി. അത് മുഴുവനായിട്ട് വേഗ് ഓഫ് പങ്ക് അവന്റെ കയ്യിൽ നിന്ന് എടുക്കുക. എൽഡർ ആണെങ്കിൽ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്ത് പറയും കൂമയുടെ ബോഡിയിൽ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ സ്വിച്ച് അത് ഘടിപ്പിക്കണം. ഇൻ കേസ് അവൻ അൺകൺട്രോൾഡ് ആയാലും നമുക്ക് അവനെ ഇല്ലാതാക്കാൻ കഴിയോ. അതുകൂടെ കേൾക്കുമ്പോൾ ഡോക്ടറിനാണെങ്കിൽ ഭയങ്കര വിഷമം. ആളാണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പോ ആ എൽഡറിനോട് ഒരു റിക്വസ്റ്റ് ചോദിക്കുകയാണ്. അവന്റെ മെമ്മറീസ് അത് ഞാൻ ഒരു ഡിവൈസിൽ കളക്ട് ചെയ്ത് വെച്ചോട്ടെ. അവന്റെ ബോഡിയിൽ ഓൾറെഡി ആ സെൽഫ് ഡിസ്ട്രക്ഷൻ ബട്ടൺ ഘടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് അവസ്ഥയിൽ വേണമെങ്കിലും അവനെ ഇല്ലാതാക്കാം. ഇൻ കേസ് അവന്റെ മെമ്മറീസ് മുഴുവനായിട്ടും അവന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും സ്വന്തം മകൾ ബോണി അവളെപ്പോലും അവനെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. അത് ശരിക്കും വലിയൊരു പാപമാണ്. ഒരിക്കലും നമ്മൾ അത്രയും ക്രൂവലാവാൻ പാടില്ല. അതിനായി എൽഡർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്റെ ഇൻസ്ട്രക്ഷൻ അത് മാത്രമേ നീ ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ. അവൻ ഒരു തരത്തിലുള്ള വില്ലും ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. എന്നെ ചീറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പണിഷ്മെന്റ് നീയും അനുഭവിക്കുമെന്ന് പറഞ്ഞ് ആള് കോൾ കട്ട് ചെയ്യും. ഡോക്ടർ ആണെങ്കിൽ നിരാശനായി തല താഴ്ത്തി ഇപ്പൊ കൂമയുടെ അടുത്തേക്ക് വരും. കൂമയാണെങ്കിൽ ഡോക്ടറിനോട് താങ്ക്സ് പറയാണ്. താങ്ക് യു വെരി മച്ച്. എനിക്ക് വേണ്ടി നിങ്ങൾ ആ എൽഡറിനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. ഡോക്ടർ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. നീ എങ്ങനെ ആ കാര്യങ്ങളെല്ലാം കേട്ടു? നീ ഇവിടേക്ക് വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരുന്ന് കേട്ടോ? അതിനവൻ പറയും, എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്ക് സൂപ്പർ ഹിയറിംഗ് എബിലിറ്റി ഉണ്ട്. അതുപയോഗിച്ച് ഒരു നിശ്ചിത ഡിസ്റ്റൻസ് വരെ ആര് പറയുന്നതും എനിക്ക് കേൾക്കാനായിട്ട് കഴിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെന്റമറു അവനാണെങ്കിൽ വലിയൊരു വെപ്പനൊക്കെ കയ്യിലേന്തി ആ ഒരു ഐലാൻഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഡോക്ടർക്കാണെങ്കിൽ ഒരുപാട് വിഷമം. കാരണം ഇന്നാണ് അവന്റെ എബിലിറ്റീസ്, മെമ്മറീസ് അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കോമയിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഡോക്ടർ ആണെങ്കിൽ അല്പസമയം 2 വർഷം അവരങ്ങനെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്തത് അത് ആലോചിക്കുകയാണ്. അതിനുശേഷം അവരുടെ പ്രോസസ്സ് അത് സ്റ്റാർട്ട് ചെയ്യും. കോമയുടെ ഫസ്റ്റ് മിഷൻ അത് മറ്റൊന്നുമല്ല വൈറ്റ് ബിയർഡിനെ തകർക്കുക എന്നതാണ്. അത് കേട്ട് കോമയാണെങ്കിൽ ഇപ്പൊ ഡോക്ടറിനോട് പറയും, എന്റെ സെക്കൻഡ് മിഷനായിട്ട് ലൂഫിയുടെ കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് പ്രോഗ്രാം ചെയ്യാൻ കഴിയോ? എനിക്ക് അവനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഡോക്ടർ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അത് കേട്ട് അവനെ നോക്കും. ലൂഫിയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സൺ ഗാർഡ് നിക്കയാണ്. നിക്ക എപ്പോഴും മ്യൂസിക് ഒക്കെ വെച്ച് ചിരിച്ച് പാവപ്പെട്ട ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും അവനെ അവന്റെ ഫുൾ പവറിലോ എബിലിറ്റിയിൽ എത്തുന്നത് വരെയെങ്കിലും എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സോ ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ആ ഒരു പ്രോഗ്രാമിംഗ് നിങ്ങൾ ചെയ്യണം. ഡോക്ടർ ആണെങ്കിൽ അത് എഗ്രി ചെയ്യാണ്. പക്ഷേ ആൾക്കാണെങ്കിൽ ഭയങ്കര സംശയം. കാരണം അവൻ റെവല്യൂഷണറി ആർമിയിലെ ഒരു മെമ്പറായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒരു പൈലറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കോമ ഇത്രയധികം ആത്മാർത്ഥത കാണിക്കുന്നത്? അവൻ അല്പസമയം അത് ചിന്തിച്ച് ഇപ്പോ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ പേഴ്സണൽ ഡീലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കൂമയുടെ മെമ്മറിയുടെ ഒരു കോപ്പി അത് അവൻ ആവശ്യപ്പെട്ടിരുന്നു. സോ കൂമയാണെങ്കിൽ ആ മെമ്മറി കോപ്പി എടുത്ത് ഡോക്ടറിന് കൊടുക്കും. കൂമ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെമ്മറിയിൽ അതിൽ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ മെമ്മറി മുഴുവൻ അവർക്ക് കിട്ടും. ഡോക്ടറാണെങ്കിൽ ആ ഒരു മെമ്മറി ഉപയോഗിച്ച് ഇപ്പൊ റിസർച്ച് ആരംഭിക്കും. അതേസമയം കൂമയാണെങ്കിൽ അവന്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് ആലോചിക്കാനായിട്ട് തുടങ്ങും. കാരണം ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ അവന്റെ ഓർമ്മ പൂർണ്ണമായിട്ട് നശിച്ച് ഒരു സൈബോർക്കായി മാറും. ചെറുപ്പം മുതൽ അവൻ അനുഭവിച്ച എല്ലാ വേദനകളും ഒന്നൊന്നായിട്ട് കൂമയിലൂടെ കടന്നുപോകും. ഡോക്ടറാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരുപാട് വിഷമത്തിൽ കരയാണ്. കൂമ, തീർച്ചയായിട്ടും നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മകളും ഞാനും അടക്കം ഒരുപാട് പേര് എന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യും. നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് പറയും. കൂമയാണെങ്കിൽ അവസാനമായിട്ട് ഇപ്പൊ ഡോക്ടറോട് നന്ദി പറയും. താങ്ക് യു വെരി മച്ച്. എന്റെ മകളെ തിരികെ തന്നത് അത് നിങ്ങളാണ്. അവളോട് അവസാനമായിട്ട് ഒരു കാര്യം നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം ഡോക്ടറിനോട് പറഞ്ഞ് അവൻ അങ്ങനെ കണ്ണടയ്ക്കും. അല്പസമയം കഴിഞ്ഞ് അവന്റെ കണ്ണുകളിൽ റെഡ് ലൈറ്റ് കത്തുകയാണ്. ഇപ്പൊ കോമയ്ക്ക് അവന്റെ ഇമോഷൻസ്, മെമ്മറി എന്നിങ്ങനെ എല്ലാം തന്നെ നഷ്ടപ്പെട്ട് അവൻ തീർത്തും ഒരു സൈബോർക്കായി മാറിയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം കണ്ട പ്രസന്റിലെ ജ്വല്ലറി പെണ്ണ് അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പൊട്ടിക്കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.